എല്ലാവർക്കും നമസ്കാരം. ഡെയിലി ടെസ്റ്റ് എന്ന സെഷനിലേക്ക് സ്വാഗതം. എല്ലാ ദിവസവും ചെയ്തു പോകുന്നൊരു ടെസ്റ്റാണിത്. ഒരു സെഷനാണ്. 10 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. നിങ്ങളുടെ കറണ്ട് അഫയേഴ്സിൻ്റെ റിവിഷനും അതുപോലെ തന്നെ സ്റ്റാറ്റിക് പോർഷൻസിൻ്റെ റിവിഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ചോദ്യങ്ങൾ ക്ലബ് ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള സെഷൻ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു സെഷനിൽ നിങ്ങൾക്ക് റിവിഷനും നടക്കും, അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സിൻ്റെ മെമ്മറൈസിങ്ങും നടക്കും. അപ്പോൾ നമ്മൾ ചോദ്യത്തിലേക്ക് കിടക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, പാർലമെൻറ്റിലെ ഏത് സഭയിലാണ് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത്? വോട്ട് ഓഫ് നോൺ കോൺഫിഡൻസ് അവതരിപ്പിക്കുന്നത് ഏത് സഭയിലാണ്? പാർലമെൻറ്റിലെ ഏത് സഭയിലാണ് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത്? 2, അവിശ്വാസ പ്രമേയം പാസ്സാകാൻ വേണ്ട ഭൂരിപക്ഷം സ്പെഷ്യൽ മെജോറിറ്റി ആണോ, സിമ്പിൾ മെജോറിറ്റി ആണോ, അതായത് കേവല മെജോറിറ്റി ആണോ, അല്ല സ്പെഷ്യൽ മെജോറിറ്റി ആണോ വേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവിശ്വാസ പ്രമേയം പാസ്സാകാൻ വേണ്ട ഭൂരിപക്ഷം. വാമൊഴിയായി ഉത്തരം നൽകേണ്ട സഭയിലെ ഏത് തരം ചോദ്യങ്ങൾക്കാണ് എന്നാണ് 3ാമത്തെ ചോദ്യം. ചില ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയിട്ട് കൊടുത്താൽ മതി. ചില ചോദ്യങ്ങൾക്ക് കൃത്യമായി മന്ത്രിമാർ സഭയിൽ എഴുന്നേറ്റ് നിന്ന് അതിന് ഉത്തരം പറയേണ്ടി വരും, വാമൊഴിയായിട്ട് പറയേണ്ടി വരും. എഴുതി വെച്ചാൽ പറ്റില്ല. അങ്ങനെയുള്ള ചോദ്യങ്ങൾ എന്ത് തരം ചോദ്യങ്ങളാണ്? 4, ലോക്സഭയിൽ ആദ്യമായി അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചതാണ്. ലോക്സഭയിൽ ആദ്യമായി അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലോക്സഭയിൽ ആദ്യമായി അവിശ്വാസ പ്രമേയം നേരിട്ട പ്രധാനമന്ത്രി ആരാണ്? 5ാമത്തെ ചോദ്യം. 6, ചോദ്യോത്തരവേളയ്ക്കും അജണ്ടയ്ക്കും ഇടയിലുള്ള സമയത്തിന് പറയുന്ന പേര്. ഒരു ഇന്ത്യൻ ഇൻവെൻഷനാണത്. ചോദ്യോത്തരവേളയ്ക്കും അജണ്ടയ്ക്കും ഇടയിലുള്ള സമയത്തിന് പറയുന്ന പേര് എന്ത്? 7, ഏറ്റവും വലിയ പാർലമെൻറ്റ് കമ്മിറ്റി ഏതാണ്? ഏറ്റവും വലിയ ഒരുപാട് കമ്മിറ്റികളുണ്ട് അല്ലേ? ബഡ്ജറ്റ് അനലൈസ് ചെയ്യാൻ വേണ്ടി, മറ്റ് പോളിസീസ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് കമ്മിറ്റികളുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ പാർലമെൻറ്റ് കമ്മിറ്റി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 8, എസ്റ്റിമേറ്റ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ കാലാവധി എത്ര? എസ്റ്റിമേറ്റ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ കാലാവധി എത്രയാണ്? പോസ്റ്റ്മോർട്ടം കമ്മിറ്റി എന്ന് അറിയപ്പെടുന്ന കമ്മിറ്റി ഏതാണ്? 9ാമത്തെ ചോദ്യം, പോസ്റ്റ്മോർട്ടം കമ്മിറ്റി എന്നറിയപ്പെടുന്ന കമ്മിറ്റി ഏതാണ്? 10, ദൈനംദിന പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുന്ന കമ്മിറ്റി. ദൈനംദിന പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുന്ന കമ്മിറ്റി ഏതാണ്? ഇത്രയാണ് ചോദ്യങ്ങൾ. അതിൻ്റെ ഉത്തരത്തിലേക്ക് നമുക്ക് പോകാം. എന്നിട്ട് കട്ട് ഓഫിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. പാർലമെൻറ്റിലെ ഏത് സഭയിലാണ് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത്? ലോക്സഭയിലാണ്. പാർലമെൻറ്റിലെ എവിടെയാണോ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് ചോദിച്ചാൽ ലോക്സഭയാണ്. 2, അവിശ്വാസ പ്രമേയം പാസ്സാകാൻ വേണ്ട ഭൂരിപക്ഷം കേവല ഭൂരിപക്ഷമാണ്. സ്പെഷ്യൽ മെജോറിറ്റി വേണ്ട, സിമ്പിൾ മെജോറിറ്റി മതി. അവിശ്വാസ പ്രമേയം പാസ്സാകാൻ വേണ്ട ഭൂരിപക്ഷം കേവല ഭൂരിപക്ഷമാണ്. പാസ്സായാൽ ഭരണകക്ഷി രാജിവെക്കണം. അവിശ്വാസ പ്രമേയം പാസ്സാകുകയാണെങ്കിൽ ഭരണത്തിലിരിക്കുന്ന പാർട്ടി സ്ഥാനം ഒഴിഞ്ഞ് രാജിവെക്കണം. 3, വാമൊഴിയായി ഉത്തരം നൽകേണ്ട സഭയിലെ ഏത് തരം ചോദ്യങ്ങൾക്കാണ്? സ്റ്റാർഡ് ക്വസ്റ്റ്യൻസ്, നക്ഷത്ര ചിഹ്നമുള്ള ചോദ്യങ്ങൾക്കാണ് വാമൊഴിയായിട്ട് മന്ത്രിമാർ ഉത്തരം നൽകേണ്ടത്. അതുകൊണ്ട് തന്നെ അതിന് സപ്ലിമെൻ്ററി ചോദ്യങ്ങൾ അതിൻ്റെ വഴിക്ക് വരാൻ സാധ്യതയുണ്ട്. അതായത് ഒരു ചോദ്യത്തിന് ഉത്തരം പറയുന്നു, അതിന് സപ്ലിമെൻ്ററി ചോദ്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. കാരണം വാമൊഴിയായിട്ടാണ് ഉത്തരം പറയുന്നത്. 4, ലോക്സഭയിൽ ആദ്യമായി അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത് JB കൃപാലിനി. ലോക്സഭയിൽ ആദ്യമായി അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത് കൃപാലിനിയാണ്. ലോക്സഭയിൽ ആദ്യമായി അവിശ്വാസ പ്രമേയം നേരിട്ട പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ്. 6ാമത്തെ ചോദ്യം, ചോദ്യോത്തരവേളയ്ക്കും അജണ്ടയ്ക്കും ഇടയിലുള്ള സമയത്തിന് പറയുന്ന പേരെന്താണ്? ശൂന്യവേളയാണ്. ചോദ്യോത്തരവേളയ്ക്കും അജണ്ടയ്ക്കും ഇടയിൽ ഉള്ള സമയത്തിന് പറയുന്ന പേര് ശൂന്യവേളയാണ്. അത് ഇന്ത്യൻ ഇൻവെൻഷനാണെന്ന് പറയുന്നു. 0 അവർ അഥവാ ശൂന്യവേള. 7, ഏറ്റവും വലിയ പാർലമെൻറ്റ് കമ്മിറ്റി ഏത്? എസ്റ്റിമേറ്റ്സ് കമ്മിറ്റി. 30 പേരടങ്ങുന്ന കമ്മിറ്റിയാണ് എസ്റ്റിമേറ്റ്സ് കമ്മിറ്റി. അതിൽ മുഴുവനും ലോക്സഭയിലെ മെമ്പേഴ്സാണ്, രാജ്യസഭയിലെ മെമ്പേഴ്സ് ഇല്ല. അതാണ് എസ്റ്റിമേറ്റ്സ് കമ്മിറ്റി. എസ്റ്റിമേറ്റ്സ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ കാലാവധി എത്രയാണ്? 1 വർഷമാണ്. 8ാമത്തെ ചോദ്യം, ഉത്തരം 1 വർഷം. 9, പോസ്റ്റ്മോർട്ടം കമ്മിറ്റി എന്നറിയപ്പെടുന്ന കമ്മിറ്റി ഏതാണ്? പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ് പോസ്റ്റ്മോർട്ടം കമ്മിറ്റി എന്നറിയപ്പെടുന്ന കമ്മിറ്റി. ദൈനംദിന പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുന്ന കമ്മിറ്റി ഏതാണ്? ഹൗസ് കമ്മിറ്റി. അപ്പോൾ പോസ്റ്റ്മോർട്ടം കമ്മിറ്റി എന്നറിയപ്പെടുന്നത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ആണെങ്കിൽ ദൈനംദിന പ്രവർത്തനങ്ങൾ ക്രമീകരിക്കും കോർഡിനേറ്റ് ചെയ്യുന്ന കമ്മിറ്റി ഏതാണ്? ഹൗസ് കമ്മിറ്റി. ഇത്രയാണ് ഇന്നത്തെ ഡെയിലി ടെസ്റ്റ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കട്ട് ഓഫ് പറയാം. എത്രയാണ് കട്ട് ഓഫ് വേണ്ടത്? ഇന്ന് ഈസി ചോദ്യങ്ങളാണ്. ഇന്ന് 8 മാർക്കെങ്കിലും വേണം. കാരണം ഇന്ന് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളൊന്നും ഉൾപ്പെട്ടിട്ടില്ല. വളരെ സ്റ്റാറ്റിക്കുള്ള ചോദ്യങ്ങൾ മാത്രമാണ്. കൺഫ്യൂഷനുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് 8 മാർക്ക് നിർബന്ധമായിട്ടും വേണ്ട ടെസ്റ്റാണ് ഇന്നത്തേത്. ഇതാണ് കട്ട് ഓഫ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ എഫക്റ്റീവ് ആണെന്ന് വിചാരിക്കുന്നു.